എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഷർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഷർട്ടിൽ നിന്ന് കൃത്യമായിട്ട് അളവെടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അളവുകളൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇനി ഇതേ അളവ് തന്നെയാണ് നമ്മൾ ഇത് അടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ റെഡി അളവ്, ഇതിൽ വേണ്ട റെഡി അളവ് മാത്രം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ തയ്യത്തുമ്പ് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇറക്കം ഒന്ന് നോക്കാം. ഇറക്കം എടുക്കുന്നത് ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് ബോട്ടം വരെ. അപ്പോൾ ഇതിൽ ഉള്ള ഇറക്കം 27.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 27.5 ഇഞ്ച് നമുക്കിവിടെ എഴുതി വയ്ക്കാം. ചെസ്റ്റ് റൗണ്ട് ഇതിൽ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഈ ലൂസ് എടുത്താൽ മതി, ബോഡി ലൂസ് എടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഈ കാജാപ്പട്ടീൻ്റെ ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് ഇതുവരേക്ക് അളന്നെടുക്കുക. 12 ഇഞ്ചാണ് ഇതിൽ വരുന്നത്. അതായത് ഈ ഇവിടെ ഡബിൾ തയ്യൽ വരുന്നുണ്ട്, ഇത് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ബാക്കിലേക്കാണ് പോവുക. ഇതുപോലെയാണ്. ഇപ്പോൾ ഈ തയ്യലിൻ്റെ ഇതുവരെയാണ് നമ്മൾ അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾഡർ അളവെടുക്കാം. ഷോൾഡർ ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം ഇതിൽ 19 ഇഞ്ചാണ് വരുന്നത്. ഈ 19 ഇഞ്ച് ഇവിടെ എഴുതി വയ്ക്കാം. ഇനി അടുത്തത് എടുക്കേണ്ടത് നമ്മൾ കയ്യിറക്കമാണ്. 23 ഇഞ്ചുണ്ട്, കഫും കൂടെ ചേർന്നിട്ട് അതിവിടെ എഴുതി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൈയിൻ്റെ ലൂസ് എടുത്താൽ മതി. കൈയിൻ്റെ ലൂസ് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് 8.5 വരുന്നുണ്ട്. അപ്പോൾ ആകെ വരുന്നത് 17 ഇഞ്ചാണ്. ഇനി എടുക്കാനുള്ളത് കോളറിൻ്റെ ചുറ്റളവാണ്. കോളറിൻ്റെ അളവെടുക്കുമ്പോൾ നമുക്ക് ഈ ബൈൻഡിലല്ല എടുക്കേണ്ടത്, കോളറിൻ്റെ ഈ ബോട്ടം വശത്തുള്ള അളവാണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇതുവരെ. അപ്പോൾ ഇതിൽ 16 ഇഞ്ചാണുള്ളത്. അപ്പോൾ ഈ 16 ഇഞ്ച് ഇവിടെ എഴുതി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കഫിന് എത്ര വീതി ഉണ്ട് നോക്കുക. ഇത് വന്നിട്ട് 1.5 ഇഞ്ച് വീതിയാണ് വയ്ക്കുന്നത്. അതേപോലെ നീളം 10 ഇഞ്ച് വയ്ക്കാം. ഒന്നര ഇഞ്ച് വീതി, 10 ഇഞ്ച് നീളം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോട്ടം എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ബോട്ടം വന്നിട്ട് ഇതിൽ സ്ലാക്ക് ആയിട്ടാണ് വരുന്നത്, സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. അത് സ്ലാക്ക് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും അളവ് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 1.60 വീതി 56 ഇഞ്ച് ഉണ്ട്. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇട്ടിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ട്, ഈ ഭാഗത്തുനിന്ന് ബാക്ക്, ബാക്കി സ്ലീവ് അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതേ അളവിൽ വീതി കുറഞ്ഞ ഷർട്ട് തുണിയാണെങ്കിൽ നമുക്ക് 2.30 എടുക്കണം. ഇത് 1.60 മതിയാവും. ഇത് നമുക്ക് ഇവിടെ ആദ്യം ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഇവിടെ ഈ കരഭാഗം കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് വേണ്ടി മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം നമ്മൾ പറഞ്ഞത് 27.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം 27.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് മടക്കടിക്കാൻ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ കൈ ലൂസാണ് എടുത്തിരിക്കുന്നത്. കൈ ലൂസ് വേണ്ടത് 17 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഇപ്പോൾ മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് കുറച്ച് കുറവാണ് വരിക, പിന്നീട് ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ ചെസ്റ്റിൻ്റെ 4 ഭാഗം -1 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ ആം ഹോളിൻ്റെ ഡെപ്ത് മാർക്ക് ചെയ്താലും മതി. ഇനി ഷോൾഡർ ഡൗൺ വന്നിട്ട് വലിയ ഷർട്ടിനൊക്കെ ഒരു 2 ഇഞ്ച് 2.25 ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്യാം. ഇത് കഴുത്ത് 16 ഇഞ്ച് വരുന്നുണ്ട്, 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി അതേപോലെ കഴുത്ത് വന്നിട്ട് 16 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 5-ൽ 1 ഭാഗം 3 ഇഞ്ച് ഒരു പോയിന്റും വരും. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി. 3 ഇഞ്ചിന് ഒരു പോയിന്റ്. അതിനുശേഷം ഇതേപോലെ കഴുത്ത് വരയ്ക്കുക. ഷോൾഡർ 19 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9.25 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ 10.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 10.25 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് 9.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ലൂസ് മാർക്ക് ചെയ്യാം.
നമ്മൾ ബോഡി ലൂസാണ് എടുത്തിരിക്കുന്നത്. അതായത് 12 ഇഞ്ച് നമുക്ക് റെഡി വേണം. ആ 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ സൈഡ് ഡബിൾ തയ്യലാണ് ഇടുന്നത്. 3/4 ഇഞ്ച് തയ്യത്തുമ്പ് ഇടുക. അപ്പോൾ ആകെ വരുന്നത് 13.25 ഇഞ്ച്. ഈ 13.25 ഇഞ്ച് തന്നെ ഒരേ ലെവലിൽ ഇട്ടാൽ മതി. കാരണം കുടവയറൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്കിവിടെ ഷേപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇവിടെ ആം ഹോൾ വരയ്ക്കാം. ഇനി ബോട്ടം വന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി പീസ് ഇത് തിരിച്ചിട്ടിട്ട് ഇവിടെ നിന്ന് നമുക്കിതിൻ്റെ ബാക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആകെ ഇട്ടത് 13.25 ഇഞ്ചാണ്. ഇതൊന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് ബാക്കിലിട്ടാൽ മതി. 12.25 ഇഞ്ച്. ഇത് 12.25 ഇഞ്ച് കറക്റ്റാണ്. അതേപോലെ വെച്ചിട്ട് ഈ ലൈനിൽ നിന്ന് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഈ സൈഡിലും. ഇപ്പോൾ നമുക്ക് ഷോൾഡർ ഫിനിഷിങ്ങിൽ വേണ്ടത് 19 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി 9.25 1/2 ഇഞ്ച് തയ്യത്തുമ്പോൾ അങ്ങനെ 10.25 ഇഞ്ചാണ് ഫ്രണ്ടിൽ മാർക്ക് ചെയ്തത്. ഇവിടെ വന്നിട്ട് അതിന് 4 ഇഞ്ച് കുറച്ചിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. ആ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ 1/2 ഇഞ്ചിന് നേരെ ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ആം ഹോൾ വരയ്ക്കുക. അപ്പോൾ ഇതാണ് ബാക്ക് ആം ഹോൾ. ഇനി ബാക്കി ഇതിനൊപ്പം കട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ നമ്മൾ ആ 4 ഇഞ്ച് ബാക്കിൽ കുറയ്ക്കാം. ഫ്രണ്ടിൻ്റെ മുൻവശത്തിനെ അപേക്ഷിച്ച് ബാക്കിൽ ഒരു 4 ഇഞ്ച് കുറച്ച് മതി. ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ലൂസ് ഇവിടെ 8 വേണ്ടത്. അപ്പോൾ 9 ഇഞ്ച് വെച്ചിട്ട് മടക്കിയെടുത്താൽ മതി. ഇങ്ങോട്ടൊരു 4 ഇഞ്ച് വയ്ക്കാം. ഇത് ഏകദേശം ഒരു 40 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഷർട്ടാണ്. ഇതിൻ്റെ കയ്യിറക്കം വേണ്ടത് 23.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ആ 23.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ കഫിൻ്റെ വീതി 1.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കത് അടിച്ച് വരുമ്പോൾ 23.5 തന്നെ കിട്ടും. ഇവിടെ 8 ആരി 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങോട്ടൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആം ഹോൾ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. സ്ലീവ് റൗണ്ട് ഒരു 6 ഇഞ്ച് വയ്ക്കാം. കഫ് 10 ഇഞ്ച് ഉള്ളതുകൊണ്ട് 6 ഇഞ്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് വലിയ ഷർട്ടിനൊക്കെ 9.5 മുതൽ 10 ഇഞ്ച് വരെയൊക്കെയാണ് വയ്ക്കാറ്. ഇനി ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് ഇതേപോലെ ചെരിച്ച് വരയ്ക്കുക. ഇവിടെ വന്നിട്ട് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 4 ഇഞ്ച് ഇങ്ങോട്ട് ക്രോസ് വരയ്ക്കുന്നത് എന്തിനാണെന്ന് ചിലർ സംശയം ചോദിച്ചിരുന്നു. കഫ് അടിച്ചതിന് ശേഷം ഇത് ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ട് അയൺ ചെയ്യുമ്പോൾ ഇവിടെ ഇതേപോലെ കറക്റ്റായിട്ട് ലൂസ് ഇല്ലാതെ കിട്ടും. അപ്പോൾ നമ്മൾ ആ 4 ഇഞ്ച് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കഫ് ഇതേപോലെ അല്പം ചുളിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ 4 ഇഞ്ച് ക്രോസിൽ കട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ 3/4 ഇഞ്ച് തയ്യത്തുമ്പോൾ ഇട്ടിരുന്നു. അത് വന്നിട്ട് ഷർട്ട് ഇതേപോലെ ബട്ടൺസ് ഇട്ടിട്ട് അയൺ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഇരിക്കും. ആ ഡബിൾ തയ്യൽ വന്നിട്ട് ബാക്കിലേക്ക് പോവും. അതിന് വേണ്ടിയാണ് ഈ 3/4 ഇഞ്ച് നമ്മൾ തയ്യത്തുമ്പോൾ ഇട്ടത്. ഇനി കൈ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ ഇങ്ങനെ മടക്കി എടുക്കുക. ഇവിടെ വന്നിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് വേണം. അതിനുശേഷം ഇവിടെ നഖം കൊണ്ട് വരച്ചിട്ട് ഈ മടക്കിൽ നമുക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഇവിടെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്യുക. ഇതിലാണ് നമ്മൾ സ്ലീവ് പട്ടി വയ്ക്കുന്നത്. സ്ലീവിൻ്റെ ബാക്ക് വശത്താണ് സ്ലീവ് പട്ടി വരിക.
ഇതിലേക്ക് നമുക്ക് ഈ ആം ഹോൾ കട്ട് ചെയ്ത ഇവിടെ നിന്ന് ഒരു 2 പീസ് എടുത്ത് വയ്ക്കാം. സ്ലീവ് പട്ടിക്ക് ഇതൊരു 3 ഇഞ്ച് വീതി മതി. നീളം 7 ഇഞ്ച് വയ്ക്കാം. അതായത് 5 ഇഞ്ച് ഓപ്പൺ വയ്ക്കുമ്പോൾ ഒരു 2 ഇഞ്ച് കൂടുതൽ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷോൾഡർ കട്ട് ചെയ്യാം. ഷോൾഡറിൻ്റെ വീതി വലിയ ഷർട്ട് ആയതുകൊണ്ട് ഒരു 6 ഇഞ്ച് കൊടുക്കാം. നെക്കിൻ്റെ വീതി 3.1 തന്നെ വയ്ക്കുക. ഇവിടെ വന്നിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഷോൾഡർ സ്ലോപ്പ് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഷേപ്പിലാണ് വരയ്ക്കേണ്ടത്. അതായത് ഒരുപാട് കുഴിച്ചെടുക്കരുത്. വീതി വന്നിട്ട് 10.25 ഇഞ്ച്, ഇവിടെ 10 ഇഞ്ച്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കോളർ കൂടെ കട്ട് ചെയ്യാം. കോളർ ക്യാൻവാസ് ഇതേപോലെ 2ആയിട്ട് മടക്കിയെടുക്കുക. ഈ പശയുള്ള ഭാഗം ഉള്ളിലാണ് വരേണ്ടത്. നമ്മൾ ഇതേപോലെ കോളർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. 16 ഇഞ്ചാണ് നമുക്ക് കോളർ റെഡി വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ചാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് മടക്കി വയ്ക്കുമ്പോൾ 8 ഇഞ്ച് ഫുള്ളായിട്ട് എടുക്കുക. അതേപോലെ ഈ ബൈൻഡും നമുക്ക് കോളർ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു 3/4 ഇഞ്ച് ആദ്യം വരണം. നമുക്ക് ഈ തുണിയിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. ഈ വശം ഒപ്പം വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്തെടുക്കാം. ഇനി കോളറും അതേപോലെ ഈ വശം ഈ മടക്കിയ ഭാഗത്തൊപ്പം ഇതിനൊപ്പം വയ്ക്കാം. ഇത് കോളർ പോയിന്റ് ഇത്ര വേണ്ടെങ്കിൽ നേരെ ഇത് തിരിച്ചു വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഷേപ്പ് കിട്ടും. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി കോളർ പോയിന്റിൽ കുറച്ച് കട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തുണിയിൽ ക്യാൻവാസ് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള കഫ് കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കഫ് ക്യാൻവാസ് 1.5 ഇഞ്ചാണ് നമുക്ക് വീതി വേണ്ടത്. 1.5 ഇഞ്ച് വീതി എടുക്കുക. നീളം 10 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒപ്പം പിടിച്ചിട്ട് നമുക്ക് ഈ കോർണർ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. കോർണർ വന്നിട്ട് ഒരു ഈ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങോട്ടും 2 സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് വെച്ച് കട്ട് ചെയ്യാം. ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ റൗണ്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.